Hi, I'm Shamir. Welcome back. Learn English through stories. Listening stories is a good way to learn English. This is not a wrong way to learn English. If you want to speak English, you have to practice. Unless you practice, you cannot speak English. I'm sure that this video will help you to learn English. ഇന്നത്തെ കഥയുടെ തലക്കെട്ട് ദ ക്ലവർ തീഫ്. ക്ലവർ എന്നാൽ കൗശലമുള്ള, ബുദ്ധിയുള്ള, ഇതൊക്കെയാണ് അർത്ഥം. തീഫ് എന്നാൽ കള്ളൻ, കൗശലക്കാരനായ കള്ളൻ. ഈ കഥയിൽ നിന്നും നിങ്ങൾക്ക് തീർച്ചയായിട്ടും പുതിയ വാക്കുകളോ പുതിയ പ്രയോഗങ്ങളോ പഠിക്കാനായിട്ട് സാധിച്ചേക്കും. വൺസ് അപ്പോൺ എ ടൈം, പണ്ടൊരിക്കൽ, ദർ വാസ് എ വെരി ക്ലവർ തീഫ് ഹു ലിവ്ഡ് ഇൻ എ വില്ലേജ്. ദർ വാസ് ഉണ്ടായിരുന്നു, എ വെരി ക്ലവർ തീഫ് ഒരു വളരെ ബുദ്ധിമാനായ ഒരു കള്ളൻ. ഹു ലിവ്ഡ് അദ്ദേഹം ജീവിച്ചിരുന്നത്, ഇൻ എ വില്ലേജ് ഒരു ഗ്രാമത്തിലായിരുന്നു. The village was beautiful and full of greenery. The village was beautiful. ആ ഗ്രാമം സുന്ദരമായിരുന്നു. ആൻഡ് ഫുൾ ഓഫ് ഗ്രീനറി. ഗ്രീനറി എന്നാൽ സസ്യശ്യാമളത, പച്ചച്ചെടികൾ, ഇതൊക്കെയാണ് അർത്ഥം. ആ ഗ്രാമം വളരെയധികം സുന്ദരമായതും മുഴുവനായിട്ടും പച്ചപ്പ് നിറഞ്ഞതുമായിരുന്നു. ബട്ട് ദ പീപ്പിൾ ഓഫ് ദ വില്ലേജ് വേർ ക്വയറ്റ് പുവർ. പക്ഷേ ദ പീപ്പിൾ ഓഫ് ദ വില്ലേജ് ഗ്രാമത്തിലെ ആളുകൾ വേർ ക്വയറ്റ് പുവർ. പുവർ എന്നാൽ പാവപ്പെട്ട, ക്വയറ്റ് എന്നാൽ തികച്ചും, പൂർണ്ണമായി, ഇതൊക്കെയാണ് അർത്ഥം. ആ ഗ്രാമത്തിലുള്ള ആളുകൾ പൂർണ്ണമായും വളരെ പാവപ്പെട്ട ആളുകളായിരുന്നു. ദ വില്ലേജ് ഹാഡ് മെനി ആപ്പിൾ ട്രീസ്. ദ വില്ലേജ് ഹാഡ് ആ ഗ്രാമത്തിൽ ഉണ്ടായിരുന്നു, മെനി ആപ്പിൾ ട്രീസ് ഒരുപാട് ആപ്പിൾ വൃക്ഷങ്ങൾ ആ ഗ്രാമത്തിൽ ഉണ്ടായിരുന്നു. ബട്ട് ദേ ഓൾ ബിലോങ്ഡ് ടു എ റിച്ച് മാൻ. പക്ഷേ ദേ ഓൾ അവകൾ എല്ലാം ബിലോങ്ഡ് എന്നാൽ സ്വന്തമാകുക എന്നുള്ള അർത്ഥം. ടു എ റിച്ച് മാൻ ഒരു ധനികനായ ഒരു വ്യക്തിയുടെ ഉടമസ്ഥയിലുള്ളതായിരുന്നു പക്ഷേ ആ ആപ്പിൾ വൃക്ഷങ്ങൾ എല്ലാം. വൺ ഡേ ഒരു ദിവസം, ദ തീഫ് വോക്ക്ഡ് ത്രൂ ദ ആപ്പിൾ ഓർച്ചേർഡ്. ദ തീഫ് കള്ളൻ, വോക്ക്ഡ് നടന്നു, ത്രൂ ദ ആപ്പിൾ ഓർച്ചേർഡ്. ഓർച്ചേർഡ് എന്നാൽ കായ്ക്കനിത്തോട്ടം. ആ കായ്ക്കനിത്തോട്ടത്തിനുള്ളിലൂടെ ഒരു ദിവസം കള്ളൻ നടന്നു. ത്രൂ എന്നാൽ അതിനുള്ളിലൂടെ എന്നുള്ള അർത്ഥം. ദ ആപ്പിൾ ഓർച്ചേർഡ് ആപ്പിൾ കായ്ക്കനിത്തോട്ടത്തിലൂടെ. ഹി സോ ദ റൈപ്പ് ജ്യൂസി ആപ്പിൾസ് ആൻഡ് തോട്ട് ടു ഹിംസെൽഫ്. ഹി സോ അദ്ദേഹം കണ്ടു, ദ റൈപ്പ് എന്നാൽ പഴുത്ത, ജ്യൂസി എന്നാൽ പഴച്ചാറുള്ള, ആപ്പിളുകൾ അദ്ദേഹം കണ്ടു. ആൻഡ് തോട്ട് ടു ഹിംസെൽഫ് അദ്ദേഹം സ്വയം ചിന്തിച്ചു, ഓ ദീസ് ആപ്പിൾസ് ലുക്ക് സോ റൈപ്പ് ആൻഡ് ജ്യൂസി. ഇതാണ് അദ്ദേഹം മനസ്സിൽ വിചാരിച്ചത്. ദീസ് ആപ്പിൾസ് ലുക്സ് ഈ ആപ്പിളുകൾ കണ്ടിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ ആ രൂപത്തിലാണ്. സോ റൈപ്പ് വളരെ പഴുത്ത, ആൻഡ് ജ്യൂസി വളരെ രസകരമായതും ചാറു നിറഞ്ഞതുമായിട്ടുള്ളതായിട്ടാണ് കണ്ടിട്ട് തോന്നുന്നത്. അത്തരത്തിലാണ്. വൈ നോട്ട് സ്റ്റീൽ സം ടു നൈറ്റ് ആൻഡ് സെൽ ദം അറ്റ് ദ മാർക്കറ്റ്. വൈ നോട്ട് സ്റ്റീൽ എന്നാൽ മോഷ്ടിക്കുക എന്നുള്ള അർത്ഥമാണ്. വൈ നോട്ട് സ്റ്റീൽ എന്തുകൊണ്ട് മോഷ്ടിച്ചൂടാ, സം കുറച്ച്, ടു നൈറ്റ് ഇന്ന് രാത്രി, ആൻഡ് സെൽ ദം അറ്റ് ദ മാർക്കറ്റ്. സെൽ എന്നാൽ വിൽക്കുക, സെൽ ദം അറ്റ് ദ മാർക്കറ്റ് അവകൾ എന്തുകൊണ്ട് കുറച്ച് ഇന്ന് രാത്രി മോഷ്ടിച്ച് വിറ്റുകൂടാ. ഐ കുഡ് മേക്ക് സം മണി ദാറ്റ് വേ. ഐ കുഡ് മേക്ക് എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചേക്കും, സം മണി കുറച്ച് പണം, ദാറ്റ് വേ എന്നാൽ ആ മാർഗത്തിലൂടെ എനിക്ക് കുറച്ച് പണം സമ്പാദിക്കാൻ സാധിക്കും. ഹി ഡിസൈഡഡ് ദാറ്റ് വെൻ നൈറ്റ് കെയിം. ഹി ഡിസൈഡഡ് ദാറ്റ് അദ്ദേഹം തീരുമാനിച്ചു. തീരുമാനിച്ചത്? വെൻ നൈറ്റ് കെയിം രാത്രി വരുമ്പോൾ, രാത്രി ആകുമ്പോൾ. ഹി വുഡ് സ്നീക്ക് ഇൻ ആൻഡ് സ്റ്റീൽ സം ആപ്പിൾസ്. സ്നീക്ക് എന്നാൽ അർത്ഥം ഒളിഞ്ഞു മറിഞ്ഞ് നിന്ന് തട്ടിയെടുക്കുക, പമ്മി നടക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ഹി വുഡ് സ്നീക്ക് അദ്ദേഹം ഒളിഞ്ഞു മറിഞ്ഞ് അത് തട്ടിയെടുക്കും, അല്ലെങ്കിൽ പതുങ്ങിപ്പോകും, ഇൻ അതിലേക്ക്, ആൻഡ് സ്റ്റീൽ സം ആപ്പിൾസ് എന്നിട്ട് കുറച്ച് ആപ്പിളുകൾ മോഷ്ടിക്കും. ഇതൊക്കെ അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു. പിന്നീട് ഹി വുഡ് സെൽ ദം അറ്റ് ദ മാർക്കറ്റ് ടു മേക്ക് സം മണി.
ഹി വുഡ് സെൽ അദ്ദേഹം വിൽപ്പന നടത്തും ദം അവകൾ ആ ആപ്പിളുകൾ അറ്റ് ദ മാർക്കറ്റ് എന്താണ് മാർക്കറ്റിൽ ടു മേക്ക് സം മണി കുറച്ച് പണമുണ്ടാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അത് മാർക്കറ്റിൽ വിൽപ്പന നടത്തും. സോ തിങ്കിങ് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഹി വെൻറ്റ് ടു ഹിസ് ഹൗസ് ആൻഡ് വെയിറ്റഡ് ഫോർ ദ സൺസെറ്റ്. സോ തിങ്കിങ് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഹി വെൻറ്റ് അദ്ദേഹം പോയി ടു ഹിസ് ഹൗസ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അദ്ദേഹം പോയി ആൻഡ് വെയിറ്റഡ് എന്നിട്ട് കാത്തിരുന്നു ഫോർ ദ സൺസെറ്റ്. സൺസെറ്റ് എന്നാൽ സൂര്യാസ്തമനത്തിന് വേണ്ടിയിട്ട് അതുവരെ അദ്ദേഹം കാത്തിരുന്നു. ആഫ്റ്റർ സൺസെറ്റ് സൂര്യാസ്തമനത്തിന് ശേഷം വെൻ ഇറ്റ് വാസ് ഡാർക്ക് ഇനഫ് വേണ്ടത്ര അല്ലെങ്കിൽ ധാരാളം ഇരുട്ട് മൂടിയപ്പോൾ ഹി സെറ്റ് ഔട്ട് ഫോർ ദ ഓർച്ചേർഡ്. ഹി സെറ്റ് ഔട്ട് എന്നാൽ ഇവിടെ യാത്ര തിരിച്ചു എന്നുള്ള അർത്ഥമാണ്. ഫോർ ദ ഓർച്ചേർഡ് എന്താണ് ആ കായ്ക്കനിത്തോട്ടത്തിലേക്ക് അദ്ദേഹം യാത്ര തിരിച്ചു. ബിഫോർ ഹി കുഡ് എൻ്റർ ദ ഓർച്ചേർഡ് ഹി സോ എ പയസ് മാൻ കമ്മിങ് ദർ. ബിഫോർ ഹി കുഡ് എൻ്റർ ദ ഓർച്ചേർഡ് അദ്ദേഹം ആ കായ്ക്കനിത്തോട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ബിഫോർ ഹി കുഡ് എൻ്റർ എന്നാൽ അദ്ദേഹം പ്രവേശിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നതിന് മുമ്പ് ദ ഓർച്ചേർഡ് ആ കായ്ക്കനിത്തോട്ടത്തിലേക്ക് ഹി സോ അദ്ദേഹം കണ്ടു എ പയസ് മാൻ. പയസ് എന്നാൽ ദൈവഭക്തിയുള്ള എന്നുള്ള അർത്ഥമാണ്. പയസ് മാൻ എന്നാൽ ഭക്തൻ അല്ലെങ്കിൽ ദൈവഭക്തിയുള്ള മതവിശ്വാസമുള്ള ഒരു വ്യക്തി. ഹി സോ അദ്ദേഹം കണ്ടു എ പയസ് മാൻ ഒരു ഭക്തനെ കമ്മിങ് ദർ അവിടേക്ക് വരുന്നതായിട്ട് അദ്ദേഹം കണ്ടു. ദ തീഫ് തോട്ട് ദാറ്റ് ദ പയസ് മാൻ ഹാഡ് ഓൾസോ കം ടു സ്റ്റീൽ ദ ആപ്പിൾസ്. ദ തീഫ് തോട്ട് ദാറ്റ് കള്ളൻ കരുതി എന്താണ് കരുതിയത് ദ പയസ് മാൻ ഹാഡ് ഓൾസോ കം ടു സ്റ്റീൽ ദ ആപ്പിൾസ് ആ എന്താണ് ഭക്തനായിട്ടുള്ള ആളും അങ്ങോട്ട് വരുന്നത് മോഷ്ടിക്കാനാണ് ആ ആപ്പിളുകൾ മോഷ്ടിക്കാനാണ് എന്ന് അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു. ഹി സെഡ് ടു ഹിംസെൽഫ് അദ്ദേഹത്തോട് തന്നെ പറഞ്ഞു ഓ ദാറ്റ് ഹോളി മാൻ ഈസ് ഹിയർ ആ പരിശുദ്ധനായിട്ടുള്ള വ്യക്തി ഇവിടെ ഇതാ. മേ ബി ഹി ഈസ് പ്ലാനിങ് ടു സ്റ്റീൽ ദ ആപ്പിൾസ് ടു. മേ ബി ഒരു പക്ഷേ ഹി ഈസ് പ്ലാനിങ് അദ്ദേഹത്തിന് പദ്ധതിയുണ്ട് ടു സ്റ്റീൽ ദ ആപ്പിൾസ് ടു എന്താണ് ആപ്പിളുകളും മോഷ്ടിക്കാനുള്ള പദ്ധതി അദ്ദേഹത്തിനും ഉണ്ട് എന്ന് എന്താണ് ഈ കള്ളൻ മനസ്സിൽ വിചാരിച്ചു. സോ അങ്ങനെ ഹി വോക്ക്ഡ് അപ്പ് ടു ദ പയസ് മാൻ ആൻഡ് സെഡ് ടു ഹിം ഹി വോക്ക്ഡ് അപ്പ് അദ്ദേഹം നടന്നു ടു ദ പയസ് മാൻ ആ എന്താണ് ഭക്തനായിട്ടുള്ള ആളുടെ അടുത്തേക്ക് അദ്ദേഹം നടന്നു ആൻഡ് സെഡ് ടു ഹിം എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു സാർ ലെറ്റ് us steal the apples together and divide them into 2 equal parts. Let us steal നമുക്ക് മോഷ്ടിക്കാം the ആപ്പിളുകൾ ടുഗദർ എന്നാൽ ഒരുമിച്ച് നമുക്ക് രണ്ടു പേർക്കും ഒരുമിച്ച് ആപ്പിളുകൾ മോഷ്ടിക്കാം. ആൻഡ് ഡിവൈഡ് എന്നിട്ട് ഭാഗിക്കാം ഡിവൈഡ് എന്നാൽ ഭാഗിക്കുക ദം അവകൾ നമുക്ക് ഭാഗിക്കാം ഇൻറ്റു 2 ഈക്വൽ പാർട്സ് രണ്ട് തുല്യമായിട്ടുള്ള എന്താണ് ഭാഗങ്ങളായിട്ട് അവകൾ നമുക്ക് വീതം വയ്ക്കാം. 2 people can do better രണ്ടു പേർക്ക് വളരെ നന്നായിട്ട് വീതം വയ്ക്കാൻ സാധിക്കും. ആൻഡ് മോറോവർ എന്നാൽ കൂടാതെ നോ വൺ ഈസ് വാച്ചിങ് us എന്താണ് നമ്മളെ ആരും തന്നെ നിരീക്ഷിക്കുന്നുമില്ല. ബട്ട് ദ പയസ് മാൻ പോസ്ഡ് എ ക്വസ്റ്റ്യൻ എന്താണ് പക്ഷേ ആ ഭക്തനായിട്ടുള്ള വ്യക്തി ഒരു ചോദ്യം ഉന്നയിച്ചു. ഹൗ ക്യാൻ യു സേ ദാറ്റ് നോബഡി ഈസ് വാച്ചിങ് us ഹൗ ക്യാൻ യു സേ ദാറ്റ് നിനക്ക് എങ്ങനെ അത് പറയാൻ സാധിക്കും നോബഡി ഈസ് വാച്ചിങ് us നോബഡി എന്നാൽ ആരുമില്ല എന്നുള്ള അർത്ഥമാണ്. ഒരാളും നമ്മളെ എന്താണ് നിരീക്ഷിക്കുന്നില്ല എന്നുള്ളത് നിനക്ക് എങ്ങനെ പറയാൻ സാധിക്കും. ഐ ആം വാച്ചിങ് യു ഞാൻ നിന്നെ നിരീക്ഷിക്കുന്നു. ആൻഡ് യു ആർ വാച്ചിങ് മീ നീ എന്നെയും നിരീക്ഷിക്കുന്നു. സോ വാട്ട് അതിനെന്താ സെഡ് ദ തീഫ് കള്ളൻ പറഞ്ഞു. ഹിയർ ഇവിടെ നോബഡി ഈസ് വാച്ചിങ് ദ 2 of us ഇവിടെ നമ്മൾ രണ്ടുപേരെയും ആരും തന്നെ നിരീക്ഷിക്കുന്നില്ല. അറ്റ് ദിസ് ടൈം ദ മാൻ സെഡ് ടു ഹിം അറ്റ് ദിസ് ടൈം ഈ സമയം അറ്റ് ദിസ് ദ മാൻ സെഡ് ടു ഹിം എന്താണ് ആ ഭക്തനായ ആ വ്യക്തി അദ്ദേഹത്തോട് കള്ളനോട് പറഞ്ഞു ലുക്ക് അറ്റ് ദ സ്കൈ ആകാശത്തിലേക്ക് നോക്കൂ. ദർ ആർ ലോട്ട്സ് ഓഫ് സ്റ്റാർസ് ആൻഡ് എ ബ്രൈറ്റ് മൂൺ
ദർ ആർ ഉണ്ട് ലോട്ട്സ് ഓഫ് സ്റ്റാർസ് ഒരുപാട് സ്റ്റാർസ് എന്നാൽ നക്ഷത്രങ്ങൾ ഒരുപാട് നക്ഷത്രങ്ങളുണ്ട്. ആൻഡ് എ ബ്രൈറ്റ് മൂൺ ഒരു തിളങ്ങുന്ന നല്ല പ്രകാശം തരുന്ന ഒരു ചന്ദ്രനുമുണ്ട്. ക്യാൻ യു കൗണ്ട് ദ സ്റ്റാർസ് ഇൻ ദ സ്കൈ എന്താണ് ക്യാൻ യു കൗണ്ട് എന്ന് എണ്ണുക. ക്യാൻ യു കൗണ്ട് നിനക്ക് എണ്ണാൻ സാധിക്കുമോ? ദ സ്റ്റാർസ് ഇൻ ദ സ്കൈ ആകാശത്തിലുള്ള ആ നക്ഷത്രങ്ങൾ നിനക്ക് എണ്ണാൻ സാധിക്കുമോ? ഓഫ് കോഴ്സ് നോട്ട് തീർച്ചയായിട്ടും ഇല്ല. ബട്ട് ഗോഡ് നോസ് ഹൗ മെനി സ്റ്റാർസ് ആർ ഇൻ ദ സ്കൈ പക്ഷേ ഗോഡ് നോസ് ദൈവത്തിന് അറിയാം ഹൗ മെനി സ്റ്റാർസ് ആർ ഇൻ ദ സ്കൈ ആകാശത്തിൽ എത്ര നക്ഷത്രങ്ങൾ ഉണ്ട് എന്നുള്ളത് ദൈവത്തിന് പക്ഷേ അറിയാം. ഗോഡ് ഈസ് എവരിവെയർ ആൻഡ് ഓൾവേസ് വാച്ചിങ് അസ് ഗോഡ് ഈസ് എവരിവെയർ ദൈവം എല്ലായിടത്തുമുണ്ട്. ആൻഡ് ഓൾവേസ് വാച്ചിങ് അസ് എപ്പോഴും നമ്മളെ നിരീക്ഷിക്കുന്നു. ദൈവം എല്ലായിടത്തുമുണ്ട്. ദൈവം നമ്മളെ നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ദ തീഫ് റിയലൈസ്ഡ് ഹിസ് മിസ്റ്റേക്ക് ദ തീഫ് റിയലൈസ് എന്നാൽ ബോധ്യമാവുക. ദ തീഫ് റിയലൈസ്ഡ് എന്താണ് കള്ളന് ബോധ്യമായി ഹിസ് മിസ്റ്റേക്ക് അദ്ദേഹത്തിൻ്റെ പിശക് അദ്ദേഹത്തിൻ്റെ തെറ്റ് കള്ളന് ബോധ്യമായി. ടച്ചിങ് ദ ഫീറ്റ് ഓഫ് ദ പയസ് മാൻ ഫീറ്റ് എന്നാൽ കാൽപാദം ആ ഭക്തനായിട്ടുള്ള വ്യക്തിയുടെ കാൽപാദം തൊട്ടുകൊണ്ട് ഹി സെഡ് അദ്ദേഹം പറഞ്ഞു ഓ ഹോളി മാൻ ഓ ദിവ്യനായ പരിശുദ്ധനായ വ്യക്തിയെ മനുഷ്യ യു ഹാവ് ഓപ്പൺഡ് മൈ ഐസ് നിങ്ങൾ എൻ്റെ കണ്ണുകൾ തുറന്നു. ആൻഡ് ഐ ഷോൾ നെവർ സ്റ്റീൽ എനിത്തിങ് ഞാൻ ഒന്നും തന്നെ മോഷ്ടിച്ചേക്കില്ല. താങ്ക് യു നന്ദി. നെവർ എന്നാൽ ഒരിക്കലുമില്ല എന്നുള്ള അർത്ഥം. ഐ ഷാൾ നെവർ സ്റ്റീൽ എനിത്തിങ് ഞാൻ ഒന്നും തന്നെ ഒരിക്കലും മോഷ്ടിച്ചേക്കില്ല. മോറൽ ഗുണപാഠം ഈ കഥയിൽ നിന്നും പഠിക്കാനുള്ള പാഠം ഓൾവേസ് റിമെമ്പർ എപ്പോഴും ഓർമ്മിക്കുക. ഗോഡ് ഈസ് വാച്ചിങ് ഈവൻ വെൻ യു തിങ്ക് നോ വൺ ഈസ് ഗോഡ് ഈസ് വാച്ചിങ് ദൈവം നിരീക്ഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ ദൈവം കാണുന്നുണ്ട്. ഈവൻ എന്നാൽ പോലും എന്നുള്ള അർത്ഥമാണ്. വെൻ യു തിങ്ക് നോ വൺ ഈസ് ഒരു വ്യക്തിയും ഇല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോഴും അങ്ങനെ വിചാരിക്കുമ്പോഴും ദൈവം നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്. അത് എപ്പോഴും ഓർമ്മിക്കുക.